റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ? എന്താ പറയാ? കേട്ടില്ല. ഇപ്പൊ കമ്മ്യൂണിക്കേഷനല്ലേ ചെയ്യുന്നത്? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ തന്നെയാ ചെയ്യുന്നത്. ഹൗ can we define that? ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവണം. അതെ, expressing, it is a way of expressing our opinion, അല്ലേ? or exchanging data, അല്ലേ? അതിനൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഹലോ, ഓക്കെ. So the word communication is derived from two Latin words. Communicare means to impart or share, and communis, which means common. Okay, or what is shared by all. Okay, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലാറ്റിൻ വേർഡ് നിന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ ഓക്സ്ഫോർഡ് dictionary defines communication as the action of conveying or exchanging information or idea. Okay. According to the words of Shirley Taylor, one of the famous communication skill trainer anata. So communication may be defined as giving, receiving, or exchanging information, opinions, ideas by writing, speech, or visual means so that the material communicated is completely understood by everyone concerned. നേരത്തെ ആരായിരുന്നു അത് പറഞ്ഞത്? ആ ഒരു ഉത്തരം എന്താ പേര്? ഹലോ, എനിക്ക് ശരിക്കും എന്താ? ഹലോ, മർസൂഖ്. ഓക്കെ, മർസൂഖ്. ഓക്കെ, മെക്കാണോ അതോ ഈസി ആണോ? മർസൂഖ്. ഓക്കെ. ഓക്കെ, അപ്പൊ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒരു സെൻഡർ, റിസീവർ, ആ ഡാറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് സെൻഡർ എന്ത് ചെയ്യുന്നു? അവരുടെ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. ദെൻ ഒരു ചാനലിലൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അല്ലേ? ആൻഡ് അറ്റ് ദ റിസീവർ സൈഡ് ദേ ആർ ഡീകോഡിങ് ദ മെസ്സേജ്, അല്ലേ? എന്താണോ റിസീവ് ചെയ്തത് അതിനെ ഡീകോഡ് ചെയ്യുന്നു ആൻഡ് മെസ്സേജ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ചാനലിലൂടെ പോകുന്ന സമയത്ത് നോയ്സ് ഉണ്ടാകാം. റിസീവർ ആഫ്റ്റർ റിസീവിങ് ദ ഡാറ്റ ആ ഒരു ഫീഡ്ബാക്കോ അക്നോളജ്മെന്റോ ഒക്കെ കൊടുക്കാം. ഈ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ ഓൾറെഡി? ഹലോ, ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Okay, we have verbal communication and non-verbal communication. Verbal communication il varunadana written communication and oral. Okay, non-verbal communication il body language, gestures okayana varunathu. And communication can be formal or informal. Already ariyavuna karyangalokka thaneyana. Then technical communication. Idana namakku മെയിൻ ആയിട്ട് വേണ്ട കാര്യം. ഓക്കെ, ഇതുവരെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ട്രാൻസ്മിറ്റ്സ് facts and information to a defined audience for a specific purpose. ഓക്കെ, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജനറൽ കമ്മ്യൂണിക്കേഷന് വെച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡിഫൈൻഡ് ഓഡിയൻസിന് മാത്രം ചെയ്യുന്ന കാര്യമാണ്. വി ജസ്റ്റ് ട്രാൻസ്മിറ്റ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ടു എ ഡിഫൈൻഡ് ഓഡിയൻസ്. ഓക്കെ, അതുപോലെ തന്നെ ടെക്നിക്കൽ റൈറ്റിംഗും ഉണ്ട്. നമ്മുടെ ഇറ്റ് ഇനാബിൾസ് ബിസിനസ് കോർപ്പറേഷൻസ് ആൻഡ് പബ്ലിക് ഏജൻസീസ് ടു അച്ചീവ് ദയർ ഗോൾസ് ആൻഡ് മെയിൻറ്റെയിൻ ദയർ ഓപ്പറേഷൻസ്. It engages a specific audience, uses plain and objective language, employs visual aids, and is often
ഓൾവേസ് പർപ്പസ്ഫുൾ. ഈ ടെക്നിക്കൽ റൈറ്റിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് മെമ്മോ, മാനുവൽ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മാനുവൽസ്, ബിസിനസ് ലെറ്റേഴ്സ്, ഓക്കെ, റിപ്പോർട്ട്സ് ഒക്കെ ടെക്നിക്കൽ റൈറ്റിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഈ ടെക്നിക്കൽ റൈറ്റിംഗ് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. ഓക്കെ, ഈ മൊഡ്യൂൾ 5 ഈ ടെക്നിക്കൽ റൈറ്റിംഗ് നമ്മൾ വിശദമായിട്ട് വൃത്തിക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിളിലൂടെ ടെക്നിക്കൽ റൈറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഹലോ, ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ഫോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഒരു ഡിഫൈൻഡ് പീപ്പിൾസിനോട് മാത്രം, ഡിഫൈൻഡ് പേഴ്സൺസിനോട് മാത്രമേ നമ്മൾ കുറച്ചൊരു ഡാറ്റാസ് അല്ലെങ്കിൽ ഫാക്ട്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് ഹൗ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡിഫേഴ്സ് ഫ്രം ജനറൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ടേബിൾ ആയിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻ ജനറൽ കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് എ ജനറൽ മെസ്സേജ് and in technical communication it contains a technical message. Okay, informal in style and approach, mostly formal in technical communication. Okay, no set pattern of communication. General communication la technical avuna samayathe it follows a set pattern. Oral ആയിരിക്കും general communication la, both oral and written in technical. Okay, not always for a specific audience, always for a specific audience. Technical communication definition la parnu or specific audience or a defined audience ine vendittana. Then general communication la it does not involve the use of technical vocabulary or graphics. Okay, technical communication la adukku graphics, jargon, ee jargon endanokka nammal padikkum. Okay, appo oru differentiation manasilayallo. Further explanation വേണോ? വേറെ എക്സ്പ്ലനേഷൻ വേണോ? റെഡി ആയിട്ടില്ലേ? ഓക്കെ, നവീദ്, മാർസൂഖ്, നവീദ് മെക്കാണോ ഈസി ആണോ? മെക്ക. ഓക്കെ, then levels of communication just പറയുന്നതാണ് communication levels. Okay, basically നമുക്ക് 5 levels ആണുള്ളത്. Interpersonal communication, intrapersonal communication, extrapersonal communication, organizational communication, mass communication. ഇങ്ങനെ 5 levels ആയിട്ടാണ് ഉള്ളത്. Okay, interpersonal communication എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ communication among 2 or more person. Okay, it involves 2 parties, a sender and a receiver, who use common language to transmit message either through oral communication or written communication. രണ്ടിൽ കൂടുതലോ ആൾക്കാരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എഴുതിയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then interpersonal communication means ഒരാളുടെ മൈൻഡിൽ നടക്കുന്നതാണ്. സെൽഫ് ടോക്ക് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. കമ്മ്യൂണിക്കേഷൻ ഒക്കറിങ് വിത്തിൻ ദ മൈൻഡ് ഓഫ് എ പേഴ്സൺ. ഇത് രണ്ടും ഓക്കെ, സോറി, രണ്ടും സെയിം ഹെഡിങ് ആയിപ്പോയി അല്ലേ? സോറി. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ ഈ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ? ഹലോ, അതെയാ? ഫുള്ള് ഈ ലെവൽസ് ഫുള്ള് പഠിച്ചിട്ടുണ്ടോ? ഇന്റർ, ഇൻട്രാ, പിന്നെ ബാക്കി 3 പഠിച്ചിട്ടുണ്ടോ?
ഇല്ല എന്നാ തോന്നുന്നത്. എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ നവീദ്. ഞാൻ പറയണോ ഫുള്ള്? ഹലോ, ആരോടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് 5 നിങ്ങൾ പഠിച്ചതാണോ? ഈ 5 ലെവൽസ്? അർജുൻ, ഇത് രണ്ടും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇന്റർ ആൻഡ് ഇൻട്രാ ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ഒരു ഹ്യൂമൻ എൻറ്റിറ്റിയും ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റിയും കൂടി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ വിത്ത് നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസ് ഇറ്റ് ഈസ് കോൾഡ് ടു ബി എ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം here one participant of the communication process uses sign language and the other is verbal. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് when your pet dog comes to you wagging in tail as soon as you return home. Okay, ഒരു എന്താ പറയുക, ഒരു പേഴ്സണും ആ ഒരു പേഴ്സണിന്റെ പെറ്റും. ഓക്കെ, ആ ഒരു പേഴ്സൺ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ പെറ്റ് ഡോഗ് വാലാട്ടി അടുത്തേക്ക് പോകുന്നതിന് ഒരു എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു സ്ട്രേഞ്ചറിനെ കണ്ടുടനെ ഒരു ഡോഗ് ബാക്ക് ചെയ്യുന്നതും ഈ ഒരു എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ. യെസ് മിസ്. ഓക്കെ, സയൂജ്. Okay, then organizational communication. Organizational communication എന്ന് പറയുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ലെവലിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ്. ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ലാർജ് ഓഡിയൻസിൽ വേണ്ടിയിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഓക്കെ, ന്യൂസ് പേപ്പർ, TV, ബുക്സ്, ജേർണൽസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? ഹലോ. ഓക്കെ, സോ ഈ ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അവർ ജനറൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഹിസ്റ്ററി ഒന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് പണ്ട് എങ്ങനെയാണ് നടന്നിരുന്നത്, ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ചെറിയ രീതിയിലൊരു ഹിസ്റ്ററി പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സോ പണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടാവുക? മീൻസ് പണ്ട് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? വളരെ പണ്ട്. ക്ലിയർ ആയില്ല നവീദ്. ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലേ? അതിലും പണ്ടോ? സിമ്പിൾസ്. വളരെ വളരെ പണ്ടോ? നമ്മൾ ഈ കേവ്സിലൊക്കെ കാണില്ലേ എങ്ങനെയാ ഹണ്ട് ചെയ്തത്, ഓരോരോ എന്താ പറയാ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടും ഒക്കെ കേവ്സിലൊക്കെ ഓരോരുത്തര് പണ്ട് വളരെ പണ്ട് എങ്ങനെയാ ഹണ്ട് ചെയ്തത്, അവരുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഓരോ ചുമരിലും ഗുഹകളുടെ അകത്തൊക്കെ പറിച്ചു വെക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ? അതും എന്താണ്, ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ? ആണോ? അല്ലേ? ഹലോ. ഓക്കെ, സോ ഇവിടെ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു അക്കാദമിക് എൻവയോൺമെന്റിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇൻ ദ അക്കാദമിക് എൻവയോൺമെന്റ് വി എൻകൗണ്ടർ വേരിയസ് സിറ്റുവേഷൻ ഇൻവോൾവിംഗ് സ്പീച്ച് ഓർ റൈറ്റിംഗ്, conversation with friends, professors or colleagues,
to achieve various purposes: seminars, group discussion, written test and examination, and laboratory or project report submission on diverse topics. Okay, so same കാര്യം നമ്മൾ എങ്ങനെ വർക്ക് പ്ലേസിലും നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. We have to interact with superiors and subordinates, converse with them face to face or over the phone call, and read and write emails, letters, reports and proposals. അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒഫീഷ്യലായിട്ട് നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനോ നമ്മൾ മെയിൽ അയക്കുന്നത്, അല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ആണ്, അല്ലേ? ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മളൊരു സുപ്പീരിയറിനോട് സംസാരിക്കുക? ഇല്ല, അല്ലേ? അല്ലേ? സോ അവിടെയാണ് ഈ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഫോമൽ ഹൗ ടു റൈറ്റ് എ ലെറ്റർ, ഹൗ ടു എങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, so technical communication as a specific purpose with a well-defined audience. Okay, it has to be correct, accurate, clear, appropriate, and to the point. The language should be clear and easily understandable. Okay, examples of different engineering communication are given: letters of inquiry, order placement letters, technical proposals, analytical reports, etc. Okay, so by good technical communication skills, a person utilizes various visual aids like tables, graphs, charts, diagrams, photographs, etc. in their reports and presentation. A well-defined, professionally generated presentation has the capability of increasing audience interest and also to increase the impact of message. Okay, ഇതുവരെ ഓക്കെ ആണോ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ? ഹലോ? ഓക്കെ, അപ്പം നമ്മൾ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സെമിനാർ പ്രസന്റേഷൻ ആണെങ്കിലും ഫുൾ നേരത്തെ മാർസൂഖ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, അല്ലേ? മാർസൂഖ് പോയോ? ഇവിടെ ഉണ്ടോ? ഹലോ? പോയോ? ഇതിൽ മെയിൻ ആയിട്ട് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ജനറൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനും അറിഞ്ഞിരിക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് വൊക്കാബുലറിയുടെ കാര്യമാണ്. ഡെവലപ്പിംഗ് ടെക്നിക്കൽ വൊക്കാബുലറി ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? അറ്റൻഡൻസ് ഒന്നും എടുക്കട്ടെ. അനസ് റോഷൻ ഒന്ന് കമന്റ് ചെയ്തേ അറ്റൻഡൻസ് ഒക്കെ. ഓക്കെ, അനശ്വർ സുരേന്ദ്രൻ. ഓക്കെ, അനുഗ്രഹ്. അശ്വന്ത്. ധ്യാൻ. ഫാത്തിമ നാഥ, അങ്ങനെ തന്നെയാണോ? നദ. ഓക്കെ, ഫാത്തിമ നദ.
ഫാത്തിമത്തു സഫ അങ്ങനെ തന്നെയാണോ? Yes. Present, ma'am. ഓക്കെ. സന, Present, ma'am. ജ്യോതിഷ്, Present, ma'am. കൈലാസ് നാഥ്, Present, ma'am. ഫറൂഖ്, Present, ma'am. ഓക്കെ. നീഹ ഷിറിൻ, Present, ma'am. ഓക്കെ. നിഖിൽ ദാസ്, Present, ma'am. നിഖിൽ പി, നിഖിൽ പി, ഓക്കെ. നിഖിൽ പി ആബ്സെന്റ്. പ്രണവ് രാജ്, Present. അതെയാ കോളേജ് വിട്ടാ? എന്ത് പറ്റി നിഖിലിന്? നിഖിൽ പി നിർത്തിപ്പോയതാ. മനസ്സിലായില്ല. അവൻ നിർത്തിയിട്ട് പോയതാ. ഏ ആ. എന്താ പറ്റിയേ? അറിയോ എന്താ കാര്യം എന്ന്? ഇല്ല, അവൻ വേറെ കോളേജിൽ പോയതാ. അതെ. സായന്ത് സതീശൻ ആണോ? അല്ലേ? Present. ഓക്കെ. അപ്പൊ നിഖിൽ പി ഇല്ല അല്ലേ? ഓക്കെ, നിങ്ങൾ പോവല്ലേ കേട്ടാ ഡി സിക്കാര്. അഭിനന്ദ്, Present, teacher. ഓക്കെ. ഓ, അമിതന്ത് കെ ആണോ ഇപ്പൊ പറഞ്ഞ അതോ? ഓക്കെ. അഭിനന്ദ് എൻ പി, Present. Present, ma'am. ഓക്കെ. ആദർശ്, Present, teacher. ആകാശ്, Present, teacher. അലൻ, Present, teacher. അമർനാഥ്, അമർനാഥ്, Present, teacher. ഓക്കെ. ആനന്ദ്, Present, teacher. അർജുൻ, Present, miss. ഹൃദീക്, Present, teacher. കാളിദാസ്, Present, teacher. നവീദ്, Miss. ഓക്കെ. ഒരു മിനിറ്റ്. മാർസൂഖ്, Present, miss. ഷരിൻ അല്ല Present, miss. ആണോ? ഷറിൻ തന്നെയാണോ? Ah. ഓക്കെ. അഷ്റഫ്, അല്ലേ? പേരങ്ങനെ അല്ലേ? മുഹമ്മദ് സെയിൻ അഷ്റഫ്. Present. Present. ഓക്കെ. നിഹാൽ അബ്ദുൽ നസീർ, ഓക്കെ. രാകേഷ്, Present, miss. സാരംഗ്, Present, miss. സയൂജ്, Present, miss. വിഷ്ണു കെ, Present, miss. വിഷ്ണു സന്തോഷ്. Present, teacher. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും